പ്ലസ് വൺ മാത്സിലെ പെർമ്യൂട്ടേഷൻ എന്ന ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു പറഞ്ഞ വേർഡ് ഉണ്ട്. ആ വേർഡിലെ ലെറ്റേഴ്സ് നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ആ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ എന്ന് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യും എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ വേർഡിൽ നമുക്ക് 9 ലെറ്റേഴ്സ് ആണുള്ളത്. അതിൽ ഐ നമ്മൾ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ടി 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ 9 ലെറ്റേഴ്സ് ഉണ്ട്. ആ 9 ലെറ്റേഴ്സ് നമുക്ക് 9 ലെറ്റേഴ്സിനെയും ഒരേ സമയം നമ്മൾ എടുക്കുന്നുണ്ട്. സോ നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ വരാം 9p9 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്നാണ്. 9p9ൻ്റെ വാല്യൂ ഓൾറെഡി 9 ഫാക്ടോറിയൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എഴുതാൻ പറ്റും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാല്യൂ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 30,240 ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻ സപ്പോസ് നമ്മൾ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും എൻ ആയിരിക്കും. സോ ഇവിടെ എൻ റിസർവ്ഡ് ആണ്. നമുക്കിനി ബാക്കി 8 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ആ 8 ലെറ്റേഴ്സ് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യും എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ ആക്ച്വലി ഇവിടെ നമ്മുടെ ആൻസർ 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്. ബിക്കോസ് ഇവിടെ 8 ലെറ്റേഴ്സ് ഉണ്ട്. 8 ലെറ്റേഴ്സ് നമ്മൾ ഒരേ സമയം നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. സോ 8 ഫാക്ടോറിയലാണ് നമുക്ക് 8p8 ആണ് വരിക. സോ നമുക്ക് 8 ഫാക്ടോറിയൽ എഴുതാൻ പറ്റും. സോ 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ വരും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 3360 ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എത്ര ലെറ്റേഴ്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഐ 2 തവണയും ടി 3 തവണയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ 2 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും വരുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻസിലെ എല്ലാ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.